ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടാണ് ഇത്. നമ്മുടെ ബർത്ത്ഡേക്കോ മറ്റൊക്കെ കിട്ടുന്ന ഗിഫ്റ്റിന് പൊതിയുന്ന ഗിഫ്റ്റ് പേപ്പർ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു ചാർട്ട് പേപ്പർ ഇതുപോലെ കോണാക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് വലിയ സൈസ് ചാർട്ട് പേപ്പർ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഈ പേപ്പർ ഇതുപോലത്തെ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലൂ ഗണ്ണൊന്ന് ഹീറ്റാക്കി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണ്. ക്രിസ്മസിൻ്റെ സ്നോയി ജാർ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. ആദ്യം നമ്മൾ ഈ പേപ്പർ ഇതുപോലെ കുറച്ച് അങ്ങനെ ചുരുട്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർ നമ്മൾ ഫെവി ബോണ്ട് പോലുള്ള ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുക്കും. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കുക. പേപ്പർ ഉരുകി പോകുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പേപ്പറിൻ്റെ ഒരു സൈഡ് യെല്ലോ കളറാണുള്ളത്. അത് ഗ്രീനൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കറേഷനൊക്കെ കാണുന്നത് പല നിറത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് തിരിച്ചും വെച്ച് കൊടുക്കാം. യെല്ലോ അല്ല, ഒരു ഗോൾഡൻ കളറും ഈ സിൽവർ കളറും രണ്ടും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ പേപ്പറിൻ്റെ കളറും അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. പിന്നെ അത് നമ്മൾ വേസ്റ്റായി കിടക്കുന്ന പേപ്പറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൻ്റെ ഇതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പല വിധത്തിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ അത് കുത്തനൊക്കെ വെച്ചിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിയുമ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ലുക്കൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിൽ കുറച്ച് ഡെക്കറേഷൻ പോലെ ചെയ്തെടുക്കാം. ഈ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ കുറച്ചൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് അലുമിനിയം ഫോയിലാണ്. അലുമിനിയം ഫോയിലും അതുപോലെ ഇതുപോലത്തെ മറ്റൊരു പ്രസൻറ്റേഷൻ പേപ്പറും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു കളർ പേപ്പറാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ വേറെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ബോൾസിലാക്കി ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബോൾസ് ഈ വെച്ച പേപ്പേഴ്സിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പല കളറുള്ള പേപ്പറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ കയ്യിൽ അതുപോലത്തെ ഏതൊക്കെ കളർ പേപ്പറാണുള്ളത് അത് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഞാനിതിൽ വേറെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റാർസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ റീത്തിൻ്റെ വീഡിയോ ചെയ്തപ്പം യൂസ് ചെയ്തതാണ്. അത് പഴയതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റായി കളയുന്ന പേപ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാം. നമ്മളിതുപോലെ ക്രിസ്മസ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്